കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ തുടരുന്ന ചർച്ചാ വിഷയം ദാസേട്ടൻ കോഴിക്കോടും അപകടത്തിൽ മരിച്ച കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയുമാണ്. രേണു സുധിയും ദാസേട്ടനും റൊമാൻറ്റിക് റീൽ ചെയ്തതിനു പിന്നാലെ ദാസേട്ടൻ കോഴിക്കോടിനെതിരെയും രേണുവിനെതിരെയും രൂക്ഷമായ ഭാഷയിലാണ് വിമർശനങ്ങൾ ഉയരുന്നത്. ഇരുവരും ഒന്നിച്ച് ചെയ്ത ആദ്യത്തെ വീഡിയോ വൈറലായെങ്കിലും നെഗറ്റീവ് കമന്റുകളായിരുന്നു കൂടുതലും വന്നിരുന്നത്. എന്നാൽ രേണുവും ദാസേട്ടൻ കോഴിക്കോടും വീണ്ടും റീലുകൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ദാസേട്ടൻ കോഴിക്കോട് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമെന്നത്. പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഫോക്ക് ഓളികൾ, നെഗറ്റീവ് ഓളികൾ, കുരു പൊട്ടുന്നവർ എല്ലാവരും വരിക. നിങ്ങളുടെ ജോലികളെല്ലാം നടക്കട്ടെ. എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ മനസ്സിലാക്കുന്ന കുറച്ച് പേർ മാത്രം മതി. ഒരാണും പെണ്ണും ഒരുമിച്ച് ഫോട്ടോയോ റീൽസോ എടുത്താൽ അത് വക മാറ്റി കാണുന്ന ഒരു സമൂഹം. സിനിമയിൽ ആരെന്ത് ചെയ്താലും അത് സിനിമയല്ലേ എന്ന് പറയും. റീൽസ് ചെയ്താൽ അത് വലിയ പ്രശ്നം. ഞാനൊരു കാര്യം പറയട്ടെ, സിനിമയിൽ ഉപയോഗിക്കുന്ന അതേ ക്യാമറ തന്നെയാണ് ഞാൻ റീൽ ചെയ്യാൻ വേണ്ടിയും ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എൻ്റെ സ്വന്തം FB പേജിൽ കൂടിയാണ്. ഇഷ്ടമുള്ളവർക്ക് കാണാം, ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തു പോകാം. എനിക്ക് ആരോടും പരാതിയും പരിഭവവും ഒന്നുമില്ല ഗൈസ്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്നായിരുന്നു ദാസേട്ടൻ കോഴിക്കോടിൻ്റെ കുറിപ്പിൽ പറയുന്നത്. നിരവധി കമൻറ്റുകളാണ് പോസ്റ്റിന് താഴെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഡയലോഗ് കാണുമ്പോൾ പണ്ട് ടിക്ടോക്കിൽ വീഡിയോ ഇട്ട് വൈറലാകാൻ കഷ്ടപ്പെടുന്ന ഒരു പാവം കോഴിക്കോടുകാരനെ എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നത്. അയാൾക്ക് സോഷ്യൽ മീഡിയ കുറച്ച് പ്രസക്തി കൊടുത്തപ്പോൾ അന്നത്തെ ടിക്ടോക്ക് ശരിക്കും മറന്നുപോയി. ഈ സുധിയേട്ടൻ എന്ത് പണിയാ ചെയ്തേ? രേണു എന്ന ആർട്ടിസ്റ്റിനെ ഇത്രയും കഴിവുണ്ടായിട്ടും മൂടി വെച്ചു. കഷ്ടം. ഇപ്പോഴെങ്കിലും അതൊക്കെ കാണാൻ നമുക്ക് ഭാഗ്യമുണ്ടല്ലേ എന്നൊക്കെയാണ് വരുന്ന മറ്റു കമൻറ്റുകൾ. ഈ കിളവന് നാണമില്ലേ? ആരെന്ത് പറഞ്ഞാലും അത് ഒന്ന് മൈൻഡ് ചെയ്യരുത്. നമ്മൾ എന്താണെന്ന് നമുക്ക് നന്നായി അറിയാം. നമ്മുടെ ജീവിതം നമ്മൾ ആർക്കും കൊടുത്തിട്ടില്ല എന്നതാണ് സത്യം. ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ കുറ്റം പറയുന്നവരാരെങ്കിലും ശരിയുള്ളവരാണോ? എല്ലാം തികഞ്ഞവരായി ഈ ഭൂമിയിൽ തന്നെ ആരുമില്ല. പണമുള്ളവർ എന്ത് ചെയ്താലും അത് നല്ലത്. ജീവിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് തെറ്റ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടം ഉണ്ടാകുന്നുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കാണേണ്ട, അവരെ വെറുതെ വിടും, അവർ ജീവിച്ചു പോട്ടെ എന്നൊക്കെയാണ് വരുന്ന കമൻറ്റുകളെല്ലാം. രേണുവിനൊപ്പം റീൽ ചെയ്തതിന് പിന്നാലെ വിമർശനം ഉയർന്നപ്പോൾ ദാസേട്ടൻ കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു. രേണു എന്നല്ല, ഏത് നല്ല അഭിനേത്രി വിളിച്ചാലും താൻ അഭിനയിക്കാൻ പോകുമെന്നും രേണു തനിക്ക് സഹോദരി പോലെയാണെന്നുമാണ് ദാസേട്ടൻ കോഴിക്കോട് വെളിപ്പെടുത്തുന്നത്. ഈ വീഡിയോ ചെയ്യുന്നതിനെക്കുറിച്ചും രേണുവിനോടൊപ്പം അഭിനയിക്കുന്നതിനെക്കുറിച്ചും ഭാര്യയോട് നേരത്തെ പറഞ്ഞിരുന്നുവെന്നും ദാസേട്ടൻ തുറന്നു പറഞ്ഞു. ഈ വീഡിയോ ഇത്രമാത്രം വിവാദങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. എന്തിനാണ് വിവാദം ശരിക്കും ഉണ്ടാക്കുന്നതെന്നും എനിക്കറിയില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഭർത്താവ് മരിച്ചാൽ ഭാര്യ അതേ ചിതയിൽ ചാടി മരിക്കുന്ന ഒരു ഏർപ്പാട് നിലനിന്നിരുന്നു. സത്യം പറഞ്ഞാൽ എന്ത് വിവരക്കേടാണ് ഈ വിമർശിക്കുന്നവരൊക്കെ പറയുന്നത്. ഭർത്താവ് മരിച്ച സ്ത്രീക്ക് മുന്നോട്ട് ജീവിക്കണ്ടേ? ജോലി ചെയ്ത് ജീവിക്കുന്ന എത്രയോ സ്ത്രീകൾ നമുക്ക് ചുറ്റും നിലനിൽക്കുന്നുണ്ട്. ദാസേട്ടൻ കോഴിക്കോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയാണ്: ഭർത്താവ് മരിച്ച എത്രയോ സ്ത്രീകൾ മലയാള സിനിമയിൽ തുടർന്നും അഭിനയിക്കുന്നുണ്ട്. ഭരതേട്ടൻ മരിച്ചതിന് ശേഷം KPC ലളിത ചേച്ചി അഭിനയിച്ചിരുന്നു. മല്ലിക ചേച്ചി ഇപ്പോഴും അഭിനയിക്കുന്നുണ്ടല്ലോ. അവരുടെ 2 മക്കളും ഇന്ന് മലയാള സിനിമയിലെ അഭിവാജ്യ ഘടകങ്ങളാണെന്നും ദാസേട്ടൻ പറഞ്ഞു. ചാന്തുപൊട്ട് എന്ന സിനിമയിലെ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്തെന്ന പാട്ടാണ് രേണുവും ദാസേട്ടനും റീക്രിയേറ്റ് ചെയ്ത് അഭിനയിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് കൂടുതലും വിമർശനങ്ങൾ ഉയർന്നത്. സുധി മരിച്ചത് കൊണ്ടല്ലേ രേണു ഇങ്ങനെ ചെയ്യുന്നതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ഉയർന്നു വരുന്ന വിമർശനങ്ങളും. വിമർശനം രൂക്ഷമായതിന് പിന്നാലെ രേണു പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു.